Hello, welcome to all to this YouTube channel of Vyasa Institute of Mathematics. Through this channel, we are giving shortcut tips to do the problems for the competitive examinations like bank test coaching, SSC, PSC in an easy way. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ് തന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഡിവിഷന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ്. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ്സ്. രണ്ട് നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ തരുമ്പോൾ എപ്പോഴും ആ നമ്പറുകളിൽ കോമൺ ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ, രണ്ട് നമ്പറിലും കോമൺ ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് നമ്പറുകളെ പരമാവധി ചെറുതാക്കിയെടുക്കുക. എത്രമാത്രം നമ്പർ കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയതിനു ശേഷം ഫൈനൽ ഡിവിഷൻ നടത്തുക. അതായിരിക്കും എപ്പോഴും ഏറ്റവും എളുപ്പം. വലിയ നമ്പറുകൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് നല്ലത് നമ്പറുകളിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പരമാവധി ചെറുതാക്കിയതിനു ശേഷം മാത്രം ഡിവിഷൻ നടത്തുക. Then there arises a problem. How can we identify that there is a common factor for both the numbers in the numerator and denominator? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ള നമ്പറുകൾക്ക് കോമൺ ഫാക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് ആവശ്യമായ കുറച്ച് ഡിവിസിബിലിറ്റി ടെസ്റ്റുകളാണ് ഈ എപ്പിസോഡിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us see divisibility tests. First, let us see whether a number is how can we identify whether a number is divisible by 2. Divisible by 2. അത് ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിരിക്കും. അതിന്റെ മെത്തേഡ് തരുന്ന നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റ്, ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6 or 8, ലാസ്റ്റ് ഡിജിറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ള നമ്പറുകളുടെ ലാസ്റ്റ് ഡിജിറ്റുകളിൽ ഇവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ സാധിക്കും. Then next, let us see the divisibility test for 3. നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഫോർ എക്സാമ്പിൾ, consider the number 425112. 425112 എന്ന നമ്പർ കൺസിഡർ ചെയ്യാം. ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നില്ല. ആ നമ്പറിന്റെ ഡിജിറ്റുകളെല്ലാം കൂടി ആഡ് ചെയ്യാം. എല്ലാ ഡിജിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ 4 plus 2 plus 5 plus 1 plus 1 plus 2 equal to 4 plus 2 6, 6 plus 5 11, 11 plus 1 12, 12 plus 1 13, 13 plus 2 15. Digital lamb add equal to 15 ആണ്. As we know, 15 is divisible by 3. 15 over 3 into 5 ആണ്. 15 over 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിജിറ്റുകൾ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തരുന്ന നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ തന്നിരിക്കുന്ന നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ആഡ് ചെയ്ത് കിട്ടുന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. So a number is divisible by 3 if and only if the sum of the digits is a multiple of 3. A number is divisible by 3 if and only if the sum of the digits is a multiple of 3. That's a method to identify whether there is a common factor 3 in a number.
Then let us check the case for 4. Divisibility by 4. തരുന്ന നമ്പറിനെ ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഐഡന്റിഫൈ if the number formed by the last 2 digits of the number, if the number formed by the last 2 digits of the number is a multiple of 4, then that number is divisible by 4. That means say 3 4 5 2 1 6 ഇങ്ങനെ നമ്പർ ഇവിടെ അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ 6 ഉം 1 ആണ്. ആ അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ എടുത്താൽ കിട്ടുന്നത് 16 ആണ്. അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ എടുത്താൽ കിട്ടുന്നത് 16 ആണ്. 16 എന്നുള്ളത് 4 ന്റെ മൾട്ടിപ്പിൾ ആണ്. 16 എന്നുള്ളത് 4 ന്റെ 4 ആണ്. അപ്പോൾ അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ മാത്രമുള്ള നമ്പർ 4 ന്റെ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന നമ്പർ ആണെങ്കിൽ ഈ ഫുൾ നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് മുഴുവനും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. തിരിച്ച് അവസാനത്തെ രണ്ട് ഡിജിറ്റ് ഇപ്പോൾ ഇവിടെ 5 4 3 2 1 3 ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 1 8 ഇങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ അവസാനത്തെ രണ്ട് ഡിജിറ്റിന്റെ നമ്പർ എടുത്താൽ 18 ആണ്. 18 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ അല്ല. 18 is not a multiple of 4. So this number is not divisible by 4. So a number is divisible by 4 if and only if the number formed by the last 2 digits is a multiple of 4. അതാണ് 4 ന്റെ divisibility ടെസ്റ്റ്. Next, let us come to the case of 5. അതും ഒരുപക്ഷെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് എളുപ്പമാണ്. നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5യോ, ലാസ്റ്റ് ഡിജിറ്റ് 0 or 5 ആയാൽ ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റും. നെക്സ്റ്റ്, divisibility by 6. നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് തിരിച്ചറിയുന്നത്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ all even numbers ഈവൻ നമ്പർ ആണോ എന്ന് തിരിച്ചറിയാൻ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റിൽ 0 2 4 6 or 8 ഇതിൽ ഏതെങ്കിലും വന്നാൽ അത് ഈവൻ നമ്പർ ആണ്. all even numbers which are divisible by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. ഡിജിറ്റുകളുടെ നമ്പറിന്റെ ഡിജിറ്റുകളുടെ ഡിജിറ്റുകളുടെ സം 3 യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം 3 യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈവൻ നമ്പറുകളാണെങ്കിൽ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. all even numbers which are divisible by 3 are divisible by 6. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഈവൻ നമ്പറുകളും 6 ഒരു ഫാക്ടർ ആയിട്ട് ഉണ്ടാകും. 6 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, let us come to the case of 7. divisibility by 7 അത്രയ്ക്കങ്ങ് എളുപ്പമുള്ള ഒരു മെത്തേഡ് അല്ല ഉള്ളത്. ലാർജ് നമ്പറിന്റെ കേസിൽ, വലിയ നമ്പറിന്റെ കേസിൽ അത് കുറച്ച് ഇൻകൺവീനിയൻസ് ഉള്ള നമ്പറാണ്. എങ്കിലും റൂൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ 343 ഈ നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കൺസിഡർ. ലാസ്റ്റ് ഡിജിറ്റ് 3 അല്ലേ? ആ 3 യുടെ ഡബിൾ എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക. അത് 6 ആണ്. ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക. അത് 6 ആണ്. ആ കിട്ടിയ 6ന്റെ റിമൈനിങ് പാർട്ട്, ഇവിടുത്തെ റിമൈനിങ് പാർട്ട് 34 ആണ്. റിമൈനിങ് പാർട്ടിൽ നിന്ന് 6നെ മൈനസ് ചെയ്യും. റിമൈനിങ് പാർട്ടിൽ നിന്ന് 6നെ മൈനസ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അത് മൈനസ് ചെയ്യുമ്പോൾ we get 28. കിട്ടിയപ്പോൾ 28 ആണ്. ഈ 28 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 into 4 28. 28 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് ഡബിളിനെ
റിമൈനിങ് പാർട്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദിസ് കംപ്ലീറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. Subtract the double of the last digit from the remaining part. If the answer is a multiple of 7, then that given number is also divisible by 7. അതാണ് divisibility by 7ന്റെ റൂൾ. Next, divisibility by 8. Divisibility by 4ന് നമ്മൾ പറഞ്ഞ റൂള് അവസാനത്തെ 2 ഡിജിറ്റിന്റെ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അവസാനത്തെ 2 ഡിജിറ്റ് ഉള്ള നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ the number is divisible by 4 എന്ന് പറയും. Similarly, a number is divisible by 8 if the number formed by the last 3 digits in the number, അവസാനത്തെ 3 ഡിജിറ്റുകൾ എടുത്താലുള്ള നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണ്, ആ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവസാനത്തെ 3 ഡിജിറ്റ്. So for example 7 2 4 1 2 8 ഇങ്ങനെയുണ്ട്. ഇവിടെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്നാൽ 128 ആണ്. 128 എന്ന് പറയുന്നത് നമുക്ക് 8 into 16 എന്നതാണ്. 128 ഉള്ള 8 into 16 ആണ്. അപ്പോൾ 128 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അവസാനത്തെ 3 ഡിജിറ്റ് എന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കാൻ അവസാനത്തെ 3 ഡിജിറ്റിനെ മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ്സിന്റെ നമ്പറിനെ അത് 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ ഫുൾ നമ്പറും 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതൊരു കോമൺ റൂളാണ്. നേരത്തെ 4ന് 2 ഡിജിറ്റ് എടുക്കും, കാരണം 4 എന്നത് 2 സ്ക്വയർ ആണ്, 2ന്റെ പവർ 2 ആണ്, അതുകൊണ്ടാണ് 2 ഡിജിറ്റ് എടുക്കുന്നത്. 8 എന്നുള്ളത് 2 ക്യൂബ് ആണ്, പവർ 3 ആണ്, അതുകൊണ്ടാണ് 3 ഡിജിറ്റ് എടുക്കുന്നത്. ഇതുപോലെ 16 എന്നുള്ളത് 2⁴ ആണ്. അപ്പോൾ ഒരു നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവസാനത്തെ 4 ഡിജിറ്റിന്റെ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ അതൊരു ജനറൽ റൂളാണ്. 2ന്റെ പവർ ആയിട്ടുള്ള എല്ലാ നമ്പറുകൾക്കും ഉപയോഗിക്കാവുന്ന റൂളാണ്. നെക്സ്റ്റ്, ലെറ്റ്സ് കം ടു ദി കേസ് ഓഫ് 9. ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ നിങ്ങൾ ചെയ്യുന്നത് തരുന്ന നമ്പറിന്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക. തരുന്ന നമ്പറിന്റെ എല്ലാ ഡിജിറ്റും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനകത്ത് കൂടുതൽ ഡിജിറ്റുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെയും ആഡ് ചെയ്യുക. അതിൽ കൂടുതൽ ഡിജിറ്റുകൾ ഉണ്ടെങ്കിൽ പിന്നെയും ആഡ് ചെയ്യുക. സോ ഫൈനലി മേക്ക് ഇറ്റ് ആസ് എ സിംഗിൾ ഡിജിറ്റ്. തരുന്ന നമ്പർ എത്ര വലിയ നമ്പർ ആണെങ്കിലും അതിലെ ഡിജിറ്റുകൾ എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനകത്തുള്ള ഡിജിറ്റുകൾ വീണ്ടും ആഡ് ചെയ്യുക. അങ്ങനെ സിംഗിൾ ഡിജിറ്റ് ആകുന്നവരെ ആഡ് ചെയ്യുക. അവസാനം കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് 9 ആണെങ്കിൽ, ലാസ്റ്റ് സിംഗിൾ ഡിജിറ്റ് 9 ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറിന്റെയും ഫൈനൽ ഡിജിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് എപ്പോഴും 9 ആണ്. അതായത് ഇപ്പോ 7 3 4 2 6 5 4 ഇങ്ങനെ ഒരു നമ്പർ ഒന്ന് എടുക്കുക. ഇതിലെ ഡിജിറ്റുകൾ എല്ലാം കൂടി ആഡ് ചെയ്താൽ 7 + 3 10 10 + 4 14 14 + 2 16 16 + 6 22 22 + 5 27 27 + 4 31. ഇതിൽ 2 ഡിജിറ്റ് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 4 ആണ്. കിട്ടിയത് 9 അല്ല. അതുകൊണ്ട് ഈ നമ്പർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതായിരിക്കില്ല. ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ ഡിജിറ്റുകൾ വീണ്ടും ആഡ് ചെയ്ത് അതും 9 കിട്ടിയാൽ, ഫൈനലി 9 കിട്ടിയാൽ മാത്രമേ നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കില്ല. അപ്പോ ഇവിടെ ഇപ്പോൾ ഒരു 5 ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 7 + 3 10 10 + 4 4 4 + 2 7 + 3 10 10 + 4 14 14 + 2 16
16 plus 6, 22, 22 plus 5, 27, 27 plus 4, 31, 31 plus 5, 36, 36 ഡിജിറ്റുകൾ ആഡ് ചെയ്താൽ 9 ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്താൽ 9 ആണ്. അപ്പോൾ ഇതിൽ ഡിജിറ്റുകൾ ആഡ് ചെയ്ത് സിംഗിൾ ഡിജിറ്റ് ആക്കിയപ്പോൾ 9 കിട്ടി. എങ്കിൽ this number is divisible by 9. So add the digits in the number, again add the digits in the answer, again add the digits in the next answer. Final till continue this addition till you arrive at a single digit. If that final single digit is 9, the number is divisible by 9. Otherwise, it is not divisible by 9. ഇതാണ് divisibility by 9 ന്റെ ടെസ്റ്റ്. നെക്സ്റ്റ് divisibility by 10 പറയുന്ന കാര്യം എന്ന് തോന്നുന്നു. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ അവസാനത്തെ ഡിജിറ്റ് 0 വരണം. ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നാൽ മാത്രമായിരിക്കും അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് let us see the divisibility test for 11. ഒരു നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. Consider the number 9393131. 9393131. ഈ തരത്തിലുള്ള നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നറിയില്ല. നമ്പറിന്റെ ഓഡ് പൊസിഷനിലുള്ള ഡിജിറ്റുകൾ, ഓഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത്, മൂന്നാമത്തത്, അഞ്ചാമത്തത്, ഏഴാമത്തത്, ആ പൊസിഷനിലുള്ള ഓഡ് പൊസിഷനിലുള്ള 1, 3, 5, 7 എന്ന സ്ഥാനങ്ങളിലുള്ള ഡിജിറ്റുകളുടെ സം എടുക്കും. ഫസ്റ്റ് പൊസിഷൻ 9, നെക്സ്റ്റ് ഡിജിറ്റ് 9, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 1. ഇതിന്റെ സം ഓഡ് പൊസിഷനിലുള്ള ഒന്നാമത്തെ, മൂന്നാമത്തെ, അഞ്ചാമത്തെ, ഏഴാമത്തെ ആ പൊസിഷനുള്ള ഡിജിറ്റുകളുടെ സം എടുക്കും. ഇത് ഇപ്പോൾ ഇവിടെ 9 plus 9 18 plus 1 or 2 20. നെക്സ്റ്റ് ഈവൻ പൊസിഷനിലുള്ള ഡിജിറ്റുകളുടെ സം എടുക്കും. അത് 3 plus 3 plus 3, അത് 9. ഓഡ് പൊസിഷനിലുള്ള ഡിജിറ്റുകളുടെ സം 20, ഈവൻ പൊസിഷനിലുള്ള ഡിജിറ്റുകളുടെ സം 9. ഈ സമ്മുകളുടെ ഡിഫറൻസ് 20ഉം 9ഉം തമ്മിൽ ഡിഫറൻസ് 11 ആണല്ലോ. ആ സമ്മുകളുടെ ഡിഫറൻസ് 11 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറായിരിക്കും. തരുന്ന നമ്പറിന്റെ ഓഡ് പൊസിഷനിലുള്ള ഡിജിറ്റുകളുടെ സമം ഈവൻ പൊസിഷനിലുള്ള ഡിജിറ്റുകളുടെ സമം തമ്മിലുള്ള ഡിഫറൻസ് 11 ആയോ, 11ഓ 11ന്റെ മൾട്ടിപ്പിളോ ആകാം. ഡിഫറൻസ് 11ഓ 22ഓ 33ഓ 44ഓ അങ്ങനെ ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറായിരിക്കും. മറ്റൊരു റൂളോട് പറയാം, രണ്ട് റൂൾ വേണമെങ്കിൽ പറയാം. കൺസിഡർ അനദർ നമ്പർ 58004554. 58004554. ഇവിടെ ഇപ്പോൾ ഓഡ് പൊസിഷൻസ് എടുത്താൽ 5 plus 0 plus 4 plus 4. ഇതിന്റെ സം വരുന്നത് 9 plus 4 13. ഈവൻ പൊസിഷനുള്ള ഡിജിറ്റുകളുടെ സം 8 plus 0 plus 5, അതും 13. അപ്പൊ ഇവിടെ രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ രണ്ടും ഈക്വൽ ആണെങ്കിലും ഓഡ് പൊസിഷൻ ഡിജിറ്റുകളുടെ സമം ഈവൻ പൊസിഷൻ ഡിജിറ്റുകളുടെ സമം ഈക്വൽ ആണെങ്കിലും ആ നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറായിരിക്കും. ജനറൽ ആയിട്ട് 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം ഈക്വൽ ആണെങ്കിലും ഡിഫറൻസ് 0 ആണ്. 0 is a multiple of 11. So നമുക്ക് തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കാം, a number is divisible by 11 if the sums of digits in the odd positions and the digits in the even positions are the same, or the difference between the sums of digits in the odd positions and the digits in the even positions is a multiple of 11. Odd position even പൊസിഷനുള്ള ഡിജിറ്റുകളുടെ സം
11 22 അങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് വരികയോ അല്ലെങ്കിൽ ഓഡ് പൊസിഷനിലും ഈവൻ പൊസിഷനിലുമുള്ള സമ്മുകൾ സെയിം ആകുകയോ ചെയ്താൽ ആ നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. ഇത്രയും എങ്കിലും ഡിവിസിബിലിറ്റി ടെസ്റ്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാനുള്ള നമ്പറുകളെ നമുക്ക് ചെറുതാക്കി എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഡിവിസിബിലിറ്റി ടെസ്റ്റുകളും നിങ്ങൾ തീർച്ചയായും പരിചയപ്പെട്ടിരിക്കുക. കൂടുതൽ ഇതുപോലുള്ള മറ്റു മെത്തേഡുകളും പ്രോബ്ലംസ് ചെയ്യുന്ന വഴികളും ഇനിയും വരുന്ന എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. താങ്ക് യു.